എൻ്റെ ഈ വീടിൻ്റെ ബാധ്യതയെങ്കിലും തീർക്കാൻ എനിക്ക് കഴിയുമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. ആരെങ്കിലും ഏറ്റെടുക്കുന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് തിരുവനന്തപുരം എത്തുമ്പോൾ ഒരു ഓട്ടോറിക്ഷ എടുക്കാനുള്ള പൈസ പോലും എൻ്റെ കയ്യിലില്ല. ഈ മുസല്ല കൊണ്ട് തീർന്നിട്ട് അള്ളാഹു എനിക്കൊരു വഴികാട്ടി തന്ന ഞാൻ എരന്ന് യാചിച്ചെന്ന് ഒരാളും പറയില്ലായിരുന്നു. ഈ യാചന കേട്ടാണ് ഈ മുസല്ലയും കൊണ്ടിറങ്ങിയത്. പക്ഷെ മുസല്ല കൊണ്ടിറങ്ങിയപ്പോഴും ഒരുപാട് ആളുകൾ ഞാൻ യാചിക്കുകയാണ്, ചോദിക്കുകയാണ്, കെഞ്ചുകയാണ്, ഇരക്കാണ്. പണിക്ക് പോയിക്കൂടെ? പണിക്ക് പോകാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ ഈ വീടിന്റെ കടബാധ്യത തീർന്ന ഒരു കടല വറുത്ത് വിട്ടിട്ടെങ്കിലും ഞാൻ എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം പോറ്റും. എൻ്റെ കുടുംബം പോറ്റാനോ അല്ലെങ്കിൽ എനിക്കൊരു അരിയും സാധനം അങ്ങനെ ആരും ഒന്നും തരണം. ബോച്ചെ പാരിതോഷികമായി 10 ലക്ഷം രൂപ നിങ്ങൾക്ക് തന്നില്ലേ? അതുപോലെ നിങ്ങൾക്ക് വിഷയത്തിലേക്ക് വരാം. ബോച്ചയെ അല്പം പരിചയപ്പെട്ടതിന് ശേഷം, ബോച്ചെ എന്നറിയപ്പെടുന്ന ഒരു നല്ല മനുഷ്യനുണ്ട് കേരളത്തിൽ. ഒരു ബിസിനസ്സുകാരനാണ്. പലരും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ പോയി സ്വർണം വാങ്ങിയവരുണ്ടാകാം. വാങ്ങിയവർക്ക് ആരാണ് ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിന്റെ ഉടമ എന്ന് പോലും ഒരുപക്ഷെ അന്ന് അറിവുണ്ടാവുകയില്ല. ഇന്ന് ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിന്റെ ഉടമ ആരാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം എല്ലാവരും പറയും അത് ബോച്ചയാണെന്ന്. ബോച്ച എന്ന ആ പേര് ഇന്ന് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. ചെമ്മണ്ണൂർ കമ്പനിയുടെ ഉടമയായതുകൊണ്ടല്ല, ഒരു സ്വർണ വ്യാപാരി ആയതുകൊണ്ടല്ല ബോച്ചയെ ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയത്. ഒരു കാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയതിലൂടെയാണ് ബോച്ച എന്ന പേര് പോലും കേരളത്തിൽ കൂടുതൽ അറിയപ്പെട്ടത്. ഒരുപക്ഷെ ഈ കാരുണ്യ പ്രവർത്തനത്തോടു കൂടിയാണ്. റഹീം എന്ന ചെറുപ്പക്കാരൻ വിദേശത്ത് പോയി മനഃപൂർവമല്ലാത്ത കാരണത്താൽ ഒരു വിദേശി മരിക്കുകയും പ്രതിയാക്കുകയും ജയിലിൽ അടക്കുകയും ചെയ്തു. റഹീമിന്റെ ഉമ്മയുടെ നിലവിളി കേട്ടുകൊണ്ട് ബോച്ചെ ഉണർന്നത്. അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയുന്ന തുക ആദ്യം തന്നെ നൽകിക്കൊണ്ട് കേരളത്തോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഈ കാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളാവണമെന്ന്. ജാതി മത ഭേദമന്യേ മലയാളികൾ മുഴുവനും അത് ഏറ്റെടുത്തു, അത് വിജയിപ്പിച്ചു. മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ബോച്ച എന്ന പേര് ഇന്ന് കേരളത്തിൽ മുഴങ്ങിക്കേൾക്കുന്നത്. ആ ബോച്ചയാണ് പാരിതോഷികമായി 10 ലക്ഷം രൂപ ഈ മനുഷ്യന് നൽകിയത്. ആ വീഡിയോ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഹലോ. ആ ഹായ് മൊയ്തീൻ കുട്ടി, സുഖാണോ? എവിടെ, റോട്ടിലാണോ? അപ്പൊ റോട്ടില് ബോധം കേട്ട് വീഴരുതൊരു കാര്യം പറഞ്ഞ. 10 ലക്ഷം രൂപ അടിച്ചിരിക്കുകയാണ് ബോച്ചേട്ടി ലക്കി ഡ്രോയിലൂടെ. വേണ്ടേ? എന്തൊരു സന്തോഷമില്ല. ആവശ്യമില്ലാന്ന് തോന്നുന്നു. പൈസ അത്ര അത്യാവശ്യമില്ലാന്ന് തോന്നുന്നു. ആണോ? കണ്ടിട്ടൊരു കാശുകാരനെ പോലെ ഉണ്ടല്ലോ നിങ്ങള് കണ്ടാല്. കാശുകാർക്ക് കിട്ടിയാ പാവങ്ങൾക്ക് കൊടുക്കാട്ടെ. അത് വേണമെങ്കിൽ അടുത്ത ആൾക്ക് കൊടുക്കാം. എന്താ ചെയ്യണേ? അതെ, ഉറങ്ങുമ്പോഴാണോ പാവം? എവിടെയാ വീട്? 10 ലക്ഷം രൂപയാണ് ഒരു ഉസ്താദിന് പാരിതോഷികമായി ബോച്ചെ നൽകിയിരിക്കുന്നത്. ഉസ്താദുമാരുടെ അവസ്ഥയൊക്കെ നമുക്കറിയാം. ഭൂരിപക്ഷം ഉസ്താദുമാരും പാവപ്പെട്ടവരാണ്. അവർക്ക് ലഭിക്കുന്ന വേതനം കൊണ്ട് അവരുടെ ജീവിതം പുലർത്താൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരാണ്. അവരിലേക്കൊരു 10 ലക്ഷം കിട്ടുമ്പോൾ വിലമതിക്കാനാകാത്ത സന്തോഷമാണ് അവർക്കുണ്ടാവുക. ഈ ഉള്ളവന് 4 ലക്ഷത്തോളം കടം ഇപ്പോഴുമുണ്ട്. ഉസ്താദുമാരുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവർക്ക് തുച്ഛമായ വേതനമാണ് ഇപ്പോഴും അവരുടെ ജോലിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് കാരണം. ആ കാരണം തിരുത്തേണ്ടത് തന്നെയാണ്. ഇരിക്കട്ടെ, അതിലേക്കല്ല ഞാൻ വരുന്നത്. ഈ വീഡിയോ ഞാൻ വിടുന്നതിന് മുമ്പ് അബ്ദുസ്സമദ് തങ്ങളുടെ ഒരു വീഡിയോ നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ട്. ആർക്കും വളരെ പ്രയാസം തോന്നുന്ന ഒരു വോയിസ് ആണത്. അദ്ദേഹത്തിന്റെ വീടിന്റെ ആധാരം ബാങ്കിൽ പണയം വെച്ചു, അത് ജപ്തി നടപടികളിലേക്ക് പോകാനിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത്. 5 ലക്ഷം രൂപയാണത്രേ
അദ്ദേഹം ബാങ്കിലേക്ക് അടയ്ക്കേണ്ടത്. വീടിന്റെ മുകൾ ഭാഗം നിർമ്മിക്കാനാണത്രേ അദ്ദേഹം ലോൺ എടുത്തിരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ജില്ലയിൽ ഒരു സ്ഥലത്ത് അദ്ദേഹം താമസിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പള്ളിയുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ പള്ളിയുടെ കീഴിൽ ഒരു കുറി നടത്തിയിട്ടുണ്ടായിരുന്നു. ആ കുറിയുമായി ബന്ധപ്പെട്ടും പള്ളി കമ്മിറ്റിക്കും അല്ലാതെ അവിടെയുള്ള ആളുകൾക്കും കൂടെ കാസർഗോഡ് അദ്ദേഹം ഏകദേശം 2 ലക്ഷം രൂപയോളം കൊടുക്കാനുണ്ട്. അതും കടം തന്നെയാണ്. ഈ കടങ്ങളൊക്കെ വീട്ടിൽ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം മക്കയും മദീനയും കാണാൻ വേണ്ടി പോയിട്ടുള്ളത്. എന്നാൽ അദ്ദേഹത്തിന് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തിയപ്പോൾ ഒരു ഓട്ടോറിക്ഷ വാങ്ങാൻ പോലുമുള്ള കാശ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രതീക്ഷകളെല്ലാം തെറ്റി പ്രയാസപ്പെടുന്ന സന്ദർഭത്തിലാണ് യൂട്യൂബിലൂടെ ജനങ്ങളുടെ മുമ്പിലേക്ക് അദ്ദേഹത്തിന്റെ കടത്തിന്റെ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് വീട് ജപ്തി ചെയ്തു പോകുമെന്ന വിഷമം അറിയിച്ചുകൊണ്ട് അതില്ലാതിരിക്കാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം വന്നത്. അപ്പോൾ എല്ലാവരും യാചനയുടെ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പരിഹസിച്ചു. ആ പരിഹാസം സഹിക്കവയ്യാതെ അദ്ദേഹം യാചന ഒഴിവാക്കി. അദ്ദേഹത്തിന്റെ കടം വീട്ടാൻ വേണ്ടി മുസല്ല കച്ചവടത്തിലേക്ക് അദ്ദേഹം പോയി. അവിടെയും പരിഹാസങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന് കേൾക്കാൻ സാധിക്കുന്നത്. ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ബോച്ചയെ പോലെയുള്ള ജീപ്പാസിനെ പോലെയുള്ള പല നല്ല മനുഷ്യർ ഈ നാട്ടിലുണ്ട്. ഒരുപക്ഷെ മലപ്പുറം ജില്ലയിലെ അദ്ദേഹത്തിന്റെ നാടിന്റെ ചുറ്റുഭാഗത്ത് തന്നെ ഉണ്ടാവാം. അവരെ പോയി സമീപിച്ചാൽ തീരാവുന്ന പ്രശ്നമാണ് അദ്ദേഹത്തിനുള്ളത്. അതിന് അദ്ദേഹം ഒറ്റയ്ക്ക് വിചാരിച്ചാൽ കഴിയില്ല. അങ്ങനെ ഒറ്റയ്ക്ക് വിചാരിച്ചതിന്റെ പരിണിത ഫലം അദ്ദേഹം ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് അദ്ദേഹം വീഡിയോയിലൂടെ പങ്കുവെച്ചത് നിങ്ങളെല്ലാവരും കേട്ടതാണ്. അദ്ദേഹം പറയുന്നത് സത്യമാണെന്ന് അവിടുത്തെ മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾക്കറിയാം. എങ്കിൽ ആ മഹല്ല് കമ്മിറ്റി, ആ മഹല്ലിലെ പൗരപ്രമുഖർ അബ്ദുസ്സമദ് തങ്ങളെ 2 കാര്യത്തിൽ നിന്ന് രക്ഷിക്കേണ്ട ബാധ്യത അവർക്കുണ്ട്. ഒന്ന്, അദ്ദേഹം യൂട്യൂബിലൂടെ ഇങ്ങനെ അദ്ദേഹത്തിന്റെ കടം നിരന്തരമായി പറഞ്ഞുകൊണ്ട് പരിഹാസ്യനാവുകയാണ്. പല കമന്റുകളും വായിച്ച് പൊട്ടിക്കരയേണ്ട അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത് മഹല്ല് കമ്മിറ്റിയുടെ, മഹല്ല് പൗരപ്രമുഖരുടെ ബാധ്യതയാണ്. അദ്ദേഹത്തിന്റെ കടം വീട്ടാൻ അദ്ദേഹത്തെ കൊണ്ട് നിവൃത്തിയില്ല. പള്ളി കമ്മിറ്റി എടുക്കേണ്ടതില്ല. ബോച്ചയെ പോലെയുള്ള നല്ല മനസ്സിന്റെ ഉടമകൾ കേരളത്തിലുണ്ട്, പരിസര പ്രദേശങ്ങളിലുണ്ട്. മഹല്ല് കമ്മിറ്റി ഒന്ന് സപ്പോർട്ട് ചെയ്താൽ, ഒന്ന് സഹായിച്ചാൽ അബ്ദുസ്സമദ് തങ്ങളെ ഏറ്റെടുക്കാൻ, അദ്ദേഹത്തിന്റെ കടങ്ങൾ ഏറ്റെടുക്കാൻ ഒരുപാട് ആളുകൾ മുന്നോട്ട് വരും. അദ്ദേഹം ഒറ്റക്ക് പറഞ്ഞാൽ ഒരുപക്ഷെ ആരും സ്വീകരിച്ചു കൊള്ളണമെന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരുപക്ഷെ വിശ്വസിക്കാതെ വരും. അതുകൊണ്ടാണല്ലോ യൂട്യൂബിലും വാട്സപ്പിലും അദ്ദേഹത്തിന്റെ സഹായവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പരാജയപ്പെട്ടത്, അദ്ദേഹം പരിഹാസ്യനായി തീർന്നത്. അതുകൊണ്ട് തന്നെ മഹല്ല് ഭാരവാഹികൾ അദ്ദേഹത്തെ സഹായിച്ചാൽ 1 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 1 ദിവസം കൊണ്ട് തീർക്കാവുന്ന കടമാണ് അദ്ദേഹത്തിനുള്ളത്. അത് വീട്ടാൻ, അദ്ദേഹത്തെ പരിഹാസത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ബാധ്യത അവിടെയുള്ള മഹല്ല് കമ്മിറ്റിക്ക് തീർച്ചയായും ഉണ്ട്. സത്യസന്ധമാണെന്ന് അവർ ഉറപ്പുള്ളതോടുകൂടി ആ ബാധ്യത അവർ നിറവേറ്റിയില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ കണ്ണുനീരിന് അവർ മറുപടി പറയേണ്ടി വരും. അതല്ല, അദ്ദേഹം പറയുന്നത് കളവാണെങ്കിൽ അത് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യതയും നിങ്ങൾക്കുണ്ട്. അദ്ദേഹത്തിന്റെ ഈ വാക്കുകളൊക്കെ ജനങ്ങളെ ചൂഷണം ചെയ്യാനാണെങ്കിൽ അതും തുറന്നു കാട്ടേണ്ട ബാധ്യത അവിടുത്തെ മഹല്ല് കമ്മിറ്റിക്കും മഹല്ലിലെ പൗരപ്രമുഖർക്കുമാണ്. ആ ബാധ്യതയും
അവർ നിറവേറ്റേണ്ടതുണ്ട്. അല്ലെങ്കിൽ അവർ റബ്ബിന്റെ കോടതിയിൽ തീർച്ചയായും മറുപടി പറയേണ്ടി വരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.